ഞാൻ RCCയിൽ ട്രെയിനിങ് എടുത്ത സമയത്ത് അവിടെ പാലിയേറ്റീവ് കെയറിലും പീഡിയാട്രി വാർഡിലും ആയിരുന്നു എൻ്റെ പോസ്റ്റിംഗ് ട്രെയിനി ആയിട്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൽ ഒരു സ്റ്റീഫൻ എന്ന് പേരുള്ള ഒരു 65 വയസ്സൊക്കെ ഉള്ളൊരു ആളുണ്ടായിരുന്നു പാലിയേറ്റീവ് വാർഡിൽ. അവിടെ അസുഖമായിട്ട് കിടക്കുമ്പോൾ തന്നെ അദ്ദേഹം വലിയൊരു എന്താ പറയുക, ഒരു ആചാന ബാഹു എന്നൊക്കെ പറയുന്ന പോലെ ഒരു രൂപമാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി, അല്ലാതെ കയറി ചെന്ന് ഞാൻ കൗൺസിലിംഗ് തരട്ടെ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവർക്ക് ആവശ്യമുണ്ട് എന്നാൽ നമുക്ക് അവരിങ്ങോട്ട് ആവശ്യപ്പെടും, അതായത് കുറച്ച് സംസാരിക്കണം എന്ന് ആവശ്യപ്പെടും. അത് ചിലപ്പം പേഷ്യൻ്റായിട്ട് കിടക്കുന്നവർ ആവശ്യപ്പെടണമെന്നുമില്ല, ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും കൂടുതലും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ഒരു മൂഡ് എല്ലാം ഇതൊരു വളരെ എംപത്തറ്റിക്കലായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. അത് പ്രത്യേകിച്ചും RCC പോലുള്ളിടത്തൊക്കെ നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു മുരടൻ എന്ന് പറയില്ലേ, അങ്ങനൊരു കഥാപാത്രമാണ്. അപ്പം ആദ്യ കാലത്തൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കൂട്ടായെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അന്ന് അവിടെ ഡോക്ടർ പിഷാരടി എന്ന് പറഞ്ഞിട്ടൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ കുറച്ച് നാളത്തേക്ക് ഒരു കോഴ്സിന് വന്നതാണ്. അപ്പം ഡോക്ടറും ഞാൻ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൽ നിന്നാണ് മ്യൂസിക് തെറാപ്പിയുടെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തരും. ഞാൻ ഗസൽസുമായിട്ട്, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഗസൽസുമായിട്ട് അതിനെ കണക്ട് ചെയ്ത്, അപ്പം ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ മ്യൂസിക് തെറാപ്പിയിലൊക്കെ ഞാനും ഡോക്ടറും കൂടെ സംസാരിച്ച്, അപ്പം അതൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ പാട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ മുരടൻ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര വേറൊരു ഭാവത്തിലോട്ട് പോകും മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. അപ്പം ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സത്യം പറ, പ്രേമിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പം വൈഫ് പുറത്തോട്ട് എന്തിനോ നഴ്സ് സ്റ്റേഷനിലോട്ടൊക്കെ പോയ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കും പുള്ളിയെടുത്ത്, ആരെങ്കിലും അടുത്ത് വേണമല്ലോ. അപ്പം നല്ലൊരു ചിരിച്ചിട്ട് പറഞ്ഞു ഉണ്ട്. അപ്പോൾ വലിയൊരു പ്രണയകഥയാണ് പുള്ളിയുടെ അത്. അപ്പം അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. എന്തൊരു തീവ്രതയാണ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഈ ഇത്രയും ഏജിൽ ഒരു വിവാഹം കഴിഞ്ഞു, കുട്ടികളായി, അവരുടെ ഇപ്പം ഒരു സിംഗിങ് സ്റ്റേജിലുമാണ്. അപ്പോഴും ആ പഴയ പ്രണയത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ, ആദ്യ പ്രണയം കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു ഭാവം, ശരിക്കും പറഞ്ഞാൽ ആദ്യ പ്രണയം എന്നൊന്നുമല്ല കേട്ടോ. ശരിക്കും ലൈഫിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും നമ്മളുടെ ലൈഫിലോട്ട് ഒരാൾ വരുന്നത്, ശരിക്കും ഒരു കമ്പാനിയൻ പോലെ, അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മളുടെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രമായിട്ടുള്ള ചില ഫീൽസ് പറയാതെ മനസ്സിലാക്കുന്ന അങ്ങനെ ഉള്ളൊരു റിലേഷൻ വളരെ അപൂർവമായിട്ട് ചിലപ്പം മനുഷ്യർക്ക് കിട്ടും. പക്ഷെ അത് ഏത് കാലത്തായിരിക്കും വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞതാണ്. ആ ഒരു വ്യക്തി തുടങ്ങി. ഞാൻ ഒരുപാട് പുരുഷന്മാരുടെ കഥ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, സ്ത്രീകളെക്കാളും കുറച്ചും കൂടി ഈ പ്രണയം നഷ്ടപ്പെടുമ്പോൾ തീവ്രമായിട്ടും അതിനെ സഫർ ചെയ്യുന്നത് പുരുഷനാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. സ്ത്രീകൾ അത്രയും സ്നേഹിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ആ സ്ത്രീയെ മറക്കാൻ ഒരു പുരുഷൻ തയ്യാറാവില്ല. പിന്നെ എത്ര സ്ത്രീകൾ വന്നാലും ബാക്കിയൊക്കെ ഒരു റെപ്പറ്റേഷൻ പോലെ അങ്ങ് പോകുന്നല്ലാണ്ട് ആ തീവ്രമായി സ്നേഹിക്കപ്പെട്ട ഒരു പുരുഷൻ എങ്ങനെ ആഗ്രഹിക്കുന്നോ അതേ രീതിയിൽ സ്നേഹിച്ച ഒരു സ്ത്രീയെ മറക്കാൻ ഒരു പുരുഷന് ഭയങ്കര പാടാണ്. എന്നാലും നമ്മൾ എപ്പോഴും എഴുതുന്നതും വാഴ്ത്തുന്നതും ഒക്കെ സ്ത്രീയുടെ ഒരു അവസ്ഥയാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. പക്ഷെ ഞാൻ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിനിടയിൽ ഒരുപാട് പുരുഷന്മാരെ, ഞാൻ ഈ പറഞ്ഞ എൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു RCCയിലെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അന്ന് ആ മ്യൂസിക് തെറാപ്പിയും ഉച്ച നേരത്തെ അവരുമൊക്കെ ആയിട്ടൊരു ഇൻട്രാക്ഷൻസും, അപ്പോൾ ഇങ്ങനെ മനസ്സുകളിൽ നമ്മൾക്ക് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും അതിനകത്തിൽ പച്ചയായിട്ടുള്ള കുറേ ഫീൽസ് ഉണ്ടല്ലോ. മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ തൊട്ട് തലോടി പോയ ചില ആളുകളെ നമുക്ക് ആ നിമിഷം നമ്മുടെ ചുറ്റുമുള്ള ബന്ധുക്കൾ ആരാന്നോ നമുക്കറിയില്ല, പക്ഷെ അവരൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ വർഷങ്ങളായിട്ടുണ്ടാവും. എങ്കിലും അവർ തന്ന പോയൊരു ഫീല്
അതും അദ്ദേഹം പറഞ്ഞതാ. അവൾ എന്നെ സ്നേഹിച്ച പോലെ മറ്റൊരു പെണ്ണും സ്നേഹിച്ചിട്ടില്ല ഇന്നേ വരെ, എൻ്റെ ഭാര്യ അടക്കം. ഇതേ വാക്കുകൾ പലപ്പോഴും പല കൗൺസിലിംഗ് സന്ദർഭങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട്. ഒരു പെണ്ണിനെന്നെ എങ്ങനെ സ്നേഹിക്കാമെന്ന് എന്നെ പഠിപ്പിച്ച സ്ത്രീയാണ് അവൾ.